ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തല്ലി പൊളിച്ചങ്ങ് കളയണം കൊണ്ടാരം. അല്ലെങ്കിൽ വേണ്ട, അവളെ ആരൊക്കെ വിളിക്കുന്നെന്ന് അറിയണമല്ലോ. എന്തായി ഉറക്കൊന്നുമില്ലേ? കൊതുകടി സഹിക്കാൻ പറ്റുന്നില്ല അല്ലടാ. എങ്ങനെ സഹിക്കും? കൊട്ടാരക്കെട്ടിൽ ഫുൾ ടൈം ഏസിൽ കിടന്ന് ഉറങ്ങിയിരുന്നല്ലേ. കയ്യിലിരിപ്പ് നല്ലതല്ല, അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത്. ഓ, അത് പിന്നെ അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ. പ്രേമത്തിനു വേണ്ടി കാമുകന്മാർ എന്തു സഹിക്കുമല്ലോ. അപ്പൊ ഇതും സഹിച്ചോളൂ. കിടന്നുറങ്ങാൻ നോക്കടാ. നാളെയാണ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. സബ് ജയിലിലേക്കായിരിക്കും രണ്ടാളുടെയും പോക്ക്. സംഗതി കുറ്റവാളികൾ ചെന്ന് കിടക്കുന്ന സ്ഥലമാ ജയില്. പക്ഷേ നിങ്ങളിപ്പോ ചെയ്ത കുറ്റം എന്താണെന്നറിയോ? നിങ്ങൾക്ക് സൂഹിക്കാൻ വേണ്ടി സ്വന്തം അനിയത്തിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞ കുറ്റം. അങ്ങനെയുള്ളവരുടെ നടുവിലേക്ക് കിട്ടിയാലുണ്ടല്ലോ, അവരടിച്ചൊതുക്കും. നിന്നെയൊക്കെ ജീവനോടെ പുറത്തേക്ക് കിട്ടിയ ഭാഗ്യം. കിടന്നുറങ്ങാൻ നോക്കടാ. കിടന്നുറങ്ങാൻ നോക്കടി. എന്തൊരു ക്ഷമ! എന്താ എഴുന്നേറ്റത്? ഞാൻ ഉറങ്ങിയില്ലായിരുന്നു അടുത്തേ. രാത്രി ഭക്ഷണവും കഴിച്ചില്ലല്ലോ. മരുന്ന് കഴിച്ചായിരുന്നോ? ഞാൻ മരുന്നെടുത്ത് തരട്ടെ? വേണ്ട അടുത്തേ, മരുന്നൊന്നും വേണ്ട. എടുത്തി എന്നോടൊരു വാക്ക് പറഞ്ഞില്ലേ, രാധിക മോളെ വിളിക്കാന്ന്, അവളോട് സംസാരിക്കാന്നൊക്കെ. എന്നിട്ടത് പറ്റിയില്ലല്ലോ. രാധികയുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു. കിട്ടാതെ വന്നപ്പോ വരണ്ട ഫോണിലേക്കും വിളിച്ചു. അത് രണ്ടും റിങ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ ആരും എടുക്കുന്നില്ല. എന്നിട്ടും എടുത്തി പറയുന്ന ഒരു പ്രശ്നമില്ലാന്ന്. രാധിക മോള് ദേവനാരായണൻ തിരുമേനിയുടെ കാര്യത്തില് തിരക്കിലാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ വരുൺ എന്താ പറ്റിയത്? ക്ഷമ, നേരം വെളുത്തിട്ട് നമുക്ക് അന്വേഷിക്കാം. രാവിലെ ചോദിക്കുന്നെങ്കിൽ വൈകുന്നേരം ആവട്ടെ എന്ന് പറയും. വൈകുന്നേരം ചോദിച്ചാൽ നാളെ നേരം വെളുക്കട്ടെ എന്ന് പറയും. എനിക്ക് അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാ മതി. എടുത്തേ, ആ ഫോൺ എടുത്തൊന്ന് വിളിക്ക.
ഇതിന് മാത്രം ആരാ ഇവളെ കിടന്ന് വിളിക്കുന്നേ? മോശം. കട്ട് ചെയ്തെടുത്തേ. ഒന്നുകൂടെ വിളിക്കാം. ഓഫ്, തൊല്ലി പൊളിച്ചങ്ങ് കളയണം. കൊണ്ടാരം. അല്ലെങ്കിൽ വേണ്ട. അവളെ ആരൊക്കെ വിളിക്കുന്നെന്ന് അറിയണമല്ലോ. എടുത്ത് ഫോൺ കട്ട് ചെയ്യാ. അതിന്റെ അർത്ഥം എന്താ? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണോ? ശ്യാമ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് തോന്നുന്നത് ആറ്റുവാശ്ശേരിയിലെ മുത്തശ്ശി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന. അത് കഴിഞ്ഞ് നിൽക്കണമെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യാനാ? ശ്ശോ. നമുക്ക് രാവിലെ അങ്ങോട്ടേക്ക് പോയെടുത്തേ. ആറ്റുവാശ്ശേരി ചെന്ന് രാധിക മോളെ എനിക്കൊന്ന് കാണുകയും കൂടി ചെയ്യണം. ഇല്ലെങ്കിൽ എന്റെ മനസ്സ് സ്വസ്ഥാവില്ല. ശരി, നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. മോളുടെ മുന്നിൽ പോകുമ്പോ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകണ്ടേ? അതിനുവേണ്ടി ആ മരുന്നൊന്ന് കഴിക്കാൻ പറ്റുമോ? ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? എടുത്തോ. കഴിക്ക്. അവക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ എടുത്തി? നേരിട്ട് കാണുമ്പോ എല്ലാം അറിയാലോ. കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്.